ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ചോറ്റാനിക്കര ക്ഷേത്ര പരിസരത്തെ മാലിന്യം കുമിഞ്ഞുകൂടിയ ആ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 10 ദിവസത്തിനകം ഈ മാലിന്യ വിഷയത്തിൽ, ചോറ്റാനിക്കര ക്ഷേത്ര പരിസരത്തെ മാലിന്യ വിഷയത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകണം എന്നുള്ളതും കൂടിയാണ്. മാലിന്യം കുമിഞ്ഞു കൂടരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം ബെഞ്ചിൻ്റെതാണ് ഇടക്കാല ഉത്തരവ് കോടതി പരിഗണിച്ചത്. ക്ഷേത്രത്തിലെ മാലിന്യ പ്ലാന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത്. അതിലാണ് 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനായി ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിൽ സ്വമേധയാ എടുത്ത ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഇത്തരത്തിൽ സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ച സാഹചര്യത്തിലും ഇത്തരത്തിൽ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ആസൂത്രണം ചെയ്ത മാലിന്യ ജല സംസ്കരണ പ്ലാന്റിനെ സംബന്ധിച്ച് അത് സ്ഥാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്നെല്ലാം ഹൈക്കോടതിയുടെ നിർദ്ദേശമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ശുചിത്വ മിഷൻ വഴി, കൃത്യമായി പറഞ്ഞാൽ ശുചിത്വ മിഷൻ വഴി പദ്ധതി ഇത്തരത്തിൽ നടപ്പാക്കുന്നതിൽ എത്രയും വേഗം തീരുമാനമുണ്ടാകണം എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ പറഞ്ഞിരുന്നു. അന്ന് ഹൈക്കോടതി ഉയർത്തിയ നിരീക്ഷണം അത്രത്തോളം ശ്രദ്ധേയമായിരുന്നു. തൊടുന്യായങ്ങൾ പാടില്ല എന്നുള്ള തരത്തിലൊക്കെ ഒരു നിരീക്ഷണം ഹൈക്കോടതി കഴിഞ്ഞ മാസം ഈ സ്വമേധയാ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ചോറ്റാനിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, അവിടെ ചോറ്റാനിക്കര ക്ഷേത്ര പരിസരത്തെ മാലിന്യം കുമിഞ്ഞുകൂടുന്നതുമായി ബന്ധപ്പെട്ട സ്വമേധയാ എടുത്ത ഹർജിയൊക്കെ തന്നെ പരിഗണിച്ചിരുന്നു. ഹൈക്കോടതിയുടെ ഇടപെടൽ അന്നേ ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 10 ദിവസത്തിനകം ഈ മാലിന്യം കുമിഞ്ഞുകൂടുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകണം. അതിന് കൃത്യമായി 10 ദിവസത്തിനകം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതും കൂടിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ആരോഗ്യ വിഭാഗം പരിശോധന കൂടി നടത്തണമെന്നുള്ള ഒരു നിരീക്ഷണം കൂടി ഉയർത്തിയിട്ടുണ്ട്. 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഒരു പരിശോധന കൂടി ആ ഒരു ഭാഗത്ത് വേണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ദേവസ്വം ബെഞ്ചിൻ്റെതാണ് ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച ആ പരാമർശങ്ങൾ, നേരത്തെ കഴിഞ്ഞ മാസം ഇത് പരാമർശിച്ചപ്പോൾ അന്നത് ഡിവിഷൻ ബെഞ്ച് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ ദേവസ്വം ബെഞ്ചിൻ്റെ ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുകയാണ്. കോടതി പരിഗണിച്ചത് ഈ ക്ഷേത്രത്തിലെ മാലിന്യ പ്ലാന്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസാണ്. അതിലിപ്പോൾ 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയും കൂടി ആവശ്യമാണ് എന്നുള്ളതും കൂടിയാണ് ഹൈക്കോടതി നിർദ്ദേശം.